അമ്മേ, ഇനി എന്തിനാ അവന്റെ ആഗ്രഹത്തിന് ഇങ്ങനെ എതിര് നിൽക്കുന്നത്? എന്താ എന്താ നീ പറഞ്ഞത്? എനിക്കറിയാം അമ്മയുടെ മനസ്സാകെ പ്രയാസത്തിലാന്ന്. അത് മാറണം. ഇപ്പോ നന്ദന്റെ തീരുമാനത്തിന് ആകെ എതിര് നിൽക്കുന്നത് അമ്മ മാത്രമാ. പക്ഷെ എന്ത് ചെയ്തിട്ട് ഒരു ഫലവും ഉണ്ടാവില്ല. താലി കെട്ടിയ പെണ്ണിനെ നന്ദൻ ഇനി വിട്ടുകളയില്ല. അമ്മ തോൽക്കും. നമ്മുടെ നന്ദനല്ലേ, ക്ഷമിക്ക്. അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നിന്റെ ഉപദേശം കേട്ടപ്പോ പ്രഭാവതിയുടെ മനസ്സങ്ങ് മാറി. നന്ദന ദരിദ്രവാസിയുടെ കൂടെ സുഖമായിട്ട് ജീവിക്കണം അല്ലടി? മനസ്സൊന്ന് തണുക്കാൻ വേണ്ടി അമ്മ കുറച്ചു ദിവസത്തേക്കൊന്ന് മാറി നിൽക്ക്. പറ്റുമെങ്കില് ജാനകി ആന്റിയുടെ വീട്ടിൽ ചെന്ന് നിൽക്കരുതോ? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളിനൊന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ലേ നീ? അയ്യോ അമ്മേ, അമ്മയ്ക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലേ? എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഞാനല്ല അവളായി ഇറങ്ങിപ്പോവേണ്ടത്. ഇവിടുന്ന് മാത്രമല്ല, എന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് കൂടി ഇറങ്ങിപ്പോകണം ആ ജന്തു. എന്ത് കഷ്ടമാണമ്മേ, എങ്ങനെ അമ്മയുടെ നാവിന്ന് ഈ വാക്കുകളൊക്കെ വരുന്നത്? ദേവിക പോയിട്ട് അമ്മ ഇവിടെ ഞങ്ങളോടൊപ്പം ജീവിക്കാന്ന് കരുതണ്ട. അവളെ കളയാൻ നന്ദൻ തയ്യാറാവില്ല. ഞങ്ങൾ ആരും. അമ്മയെന്ന ചന്ദ്രത്തേക്ക് പൊക്കോ. ഞാനും വരാം. വേണമെങ്കിൽ അച്ഛനെയും കൊണ്ടുപോവാം. ദേവികൻ നന്ദനും ഇവിടെ നിൽക്കട്ടെ. കൊള്ളാം. ഈ വീട് മാറ്റത്തിന്റെ ലക്ഷ്യം അതായിരുന്നല്ലേ? അത് നടന്നത് തന്നെ. പ്രഭ ഇവിടെ ഉണ്ടാവും. അവള് പോകുന്നത് വരെ ഈ വീട്ടിലുണ്ടാവും ഞാൻ. ആന്റി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? അമ്മ ഇനി ഇവിടുന്ന് പോയില്ല. ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു വിചാരിച്ച് പേടിച്ചാ മോളെ. പ്രഭക്കുഞ്ഞ് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ ഇനി ഇവിടെ ഉണ്ടാവും. നിങ്ങൾ അടുക്കളയിൽ കയറിക്കേ. പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ എടുക്ക്. ചെല്ലേ. വാടി മീനാക്ഷി. അച്ഛാ, ഞങ്ങളോട് ക്ഷമിക്കണം. അച്ഛൻ ഒരുപാട് സന്തോഷിച്ച ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. പക്ഷേ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചു. അച്ഛന്റെ മനസ്സ് എന്തുമാത്രം വിഷമിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. ആന്റിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച എല്ലാത്തിനും തെറ്റുകാരി ഞാനാ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരു കുടുംബത്തിൽ എന്നെ പോലൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുമ്പോ അത് പെട്ടെന്ന് സമ്മതിച്ചു തരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ആന്റിയോട് എനിക്കൊരു വിരോധവും തോന്നുന്നില്ല. ആന്റി എന്തു പറഞ്ഞാലും നന്ദു ഞാനും സഹിക്കണം. ആ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവില്ല.
ആന്റി ഒന്ന് സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ആന്റി എന്തെങ്കിലും കടുങ്ക ചെയ്യോ വെച്ച, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവോ? അങ്ങനെയൊക്കെയുള്ള നല്ല പേടിയുണ്ട് എനിക്ക്. അങ്ങനൊന്നും സംഭവിക്കില്ല ദേവി. ഞങ്ങളെയൊക്കെ വിട്ട് അമ്മയ്ക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇപ്പോഴീ കാണിക്കുന്ന ദേഷ്യമൊക്കെ കുറച്ചു ദിവസം കഴിയുമ്പോൾ അലിഞ്ഞു പോകും, അല്ലേ അച്ഛാ? അമ്മയുടെ ബഹളമൊക്കെ വൈകാതെ അവസാനിക്കും. അമ്മയൊരു പാവം. പിന്നെ വിചാരിച്ച കാര്യം നടത്താൻ ഒരു പിടിവാശി പണ്ടേ ഉണ്ട്. അതിന്റെ ബഹളമൊക്കെയാ ഇപ്പൊ കാണിക്കുന്നത്. അമ്മയ്ക്ക് അങ്ങനെയൊന്നും എന്നെ വേദനിപ്പിക്കാൻ പറ്റില്ല. എന്റെ ചെറിയ പ്രായത്തിൽ എന്റെ കണ്ണൊന്നും നിറഞ്ഞാ മതി, അമ്മ ഉടനെ കരച്ചിൽ തുടങ്ങും. അത്രയ്ക്കിഷ്ടം എന്നെ. പക്ഷെ ഇപ്പോ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നന്ദു, അമ്മ. ഏയ് നന്ദു, എന്താ ഇത്? എല്ലാം ശരിയാവും നന്ദു. ഇന്നല്ലെങ്കിൽ നാളെ അമ്മ നമുക്ക് അനുകൂലമായി തന്നെ വരും. നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഇപ്പൊ അച്ഛൻ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കും. നന്ദു, ആന്റിയോട് പോയൊന്ന് സംസാരിക്കേ. എനിക്കെന്തോ. എടാ, അമ്മ എന്തു പറഞ്ഞു? അമ്മ എവിടെ? ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഇല്ലേ? അപ്പൊ അമ്മ എന്താ ചേച്ചി? എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമായോ? അമ്മ ഇവിടെ ഉണ്ട്, മുകളിലോട്ട് പോയിട്ടുണ്ട്. ഞാൻ വരുമ്പോ ഈ മുറിക്ക് പുറത്തു നിൽക്കുമായിരുന്നു. അമ്മ കരയുമായിരുന്നു. അയ്യോ, അങ്ങനെ കരയൊന്നുമല്ല, കണ്ണീര് വീണ് വല്ലാത്തൊരവസ്ഥയില്. എന്നെ കണ്ടിട്ട് ഇവിടുന്ന് തന്നെ കണ്ണു തുടച്ച് മുകളിലേക്ക് പോയി. പുറത്ത് വെച്ച് അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ സങ്കടം ഉണ്ടാവും.
അത് പറയാൻ വന്നതായിരിക്കോ? ഞാൻ ആന്റി ഒന്ന് കണ്ടിട്ട് വരട്ടെ. ആന്റിയോട് കുറച്ച് സംസാരിച്ച് സമാധാനിപ്പിക്കാം. വേണ്ട ദേവി. ദേവി ഇപ്പോ അമ്മയുടെ മുമ്പിലേക്ക് ചെന്നാൽ ശരിയാവില്ല. കുറച്ച് കഴിയട്ടെ, സമയമുണ്ടല്ലോ. അതെ അതെ, അത് മതി. എന്തായാലും അധികം താമസിക്കാതെ തന്നെ അമ്മ ദേവി അംഗീകരിക്കും തന്നെ എന്റെ മനസ്സ് പറയുന്നത്. അമ്മ കരയുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഈ കരച്ചില് ഒരു നല്ലതിന്റെ തുടക്കമായിരിക്കും. അപ്പൊ നാത്തൂനെ, ഇനി ഇവന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് ഏറ്റോണം. അല്ല, ഇവന്റെ കാര്യം മാത്രമല്ല, ചന്ദ്രത്തെ മൊത്തം കാര്യങ്ങളും നാത്തൂനെ നോക്കി നടത്തേണ്ടത്. അല്ലേ അച്ഛാ? അങ്ങനെയല്ലേ വേണ്ടത്? അത് പിന്നെ പറയാനുണ്ടോ? എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പൊളിയല്ലേ? ഏയ്, അങ്ങനത്തെ ടെൻഷനൊന്നും എനിക്കില്ല നന്ദേട്ടാ. ഇവിടെ അമ്മയ്ക്ക് അസ്വസ്ഥതയില്ലാത്തത്. ദേവിമോൾ എന്താ വിളിക്കാത്തേന്നും പറഞ്ഞ് വേവലാതി പറയല ഏത് നേരവും. ആ ശരി നന്ദേട്ടാ. എന്തേ? എന്റെ അമ്മേ, അവിടെ ഒരു ഭൂകമ്പവും നടന്നിട്ടില്ല. ചേച്ചി അവിടെ സുഖമായിട്ടിരിക്കുക. അമ്മയുടെ മോള് സന്തോഷവതിയാ. പോരെ? പിന്നെന്താ അവള് വിളിക്കാത്തത്? നീ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലല്ലോ. അത് ഒരു മണവാട്ടി പെണ്ണിന്റെ അടവ് നയത്തിന്റെ ഭാഗമായിരിക്കും. അടവുന്നയോ? യെസ്. തനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു പെണ്ണിനെ മകൻ വിളിച്ചോണ്ട് വന്ന്, അമ്മേ ദേ ഈ നിൽക്കുന്ന ദേവികയാണ് എന്റെ ഭാര്യയെന്നും പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. ആ അമ്മ മനസ്സിനെ പാട്ടിലാക്കാൻ സ്വന്തം ദിനചര്യകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവാം. ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. നീ രാഷ്ട്രീയം പറയാതെ കാര്യം തെളിച്ചു പറയടി. ഓ എന്റെ അമ്മേ, അമ്മായി എമ്മെ ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് കരുതി ഫോണ് മാറ്റിവെച്ചിരിക്കായിരിക്കുന്നു. ഇതിനാണോ നീ ഇങ്ങനെ വളച്ചു ചുറ്റിയത്? എന്നാലും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നമുക്കറിയണ്ടേ? ഒന്ന് വിളിച്ചു പറയുന്നതിൽ കുഴപ്പമുണ്ടോ? ഇപ്പൊ നന്ദേട്ടൻ പറഞ്ഞല്ലോ, അവിടെ നോ ഇഷ്യൂസ്. മോളും വരുമ്പോന് ഹാപ്പിയാണ്. പോരെ? ഈശ്വര, എന്റെ മോളെ കാത്തോളണേ. രാധികെ, ദേവിക മോൾക്ക് ഒരാപത്തും വരില്ല. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. അച്ഛൻ എവിടെ പോവാ? അമ്പലത്തിൽ പോണം. മോള് വരുന്നു? വരണോന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് തൊഴുതു പോരാൻ പറ്റില്ലല്ലോ. അച്ഛന്റെ കൂടെ ക്ഷേത്രത്തിൽ കയറിയ ഒരു 2.5 മണിക്കൂർ പോയി കിട്ടും. ഒറ്റയ്ക്കങ്ങ് പോയാ മതി. ദേ വേണമെങ്കിൽ ഭാര്യയും കൊണ്ടൊക്കെയോ. ഇപ്പൊ ദൈവഭയം ആൾക്ക് ഇച്ചിരി കൂടുതലാ. ഒന്ന് പോടി. എനിക്ക് എപ്പോഴും ദൈവഭയം കൂടെയുണ്ട്. ഞാൻ പോയിട്ട് വരാം. എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? പച്ചക്കറിയോ മറ്റോ? ഒന്നും വേണ്ട, എല്ലാം ഇരിപ്പുണ്ട്. അച്ഛാ, കുറച്ച് മീൻ വാങ്ങിച്ചോണ്ട് വരുമോ? അയല മതി. നീ എന്താ അച്ഛനെ കളിയാക്കുവാണോ? എന്റെ അമ്മേ, ഈ അച്ഛൻ തിരിച്ചു വന്ന പിന്നെ ഇവിടെ ഇച്ചിരി മീനോ ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടോ? സസ്യബുക്കാണത്ര. അച്ഛൻ വന്നത് മോക്ക് ബുദ്ധിമുട്ടായോ? ദേ മാധവ, സെന്റിമെന്റ്സ് കയറി പിടിക്കല്ലേ. എനിക്ക് മീൻ വേണ്ട. പോരെ? ഞാൻ വെജിറ്റേറിയനാ. ഓക്കെ പൊക്കെ. മോളെ, പോയിട്ട് വരാം. മാധവേട്ടനെ ഒരുപാട് വൈകാതെ തിരിച്ചെത്തണേ. ശരി. അച്ഛന്റെ പ്രാർത്ഥനയാ ദേവിക മോളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു മാറ്റം വരുത്തിയത്. അത് നേരെയായിരിക്കും. പിന്നെ ഇതൊക്കെ ഒരു വിധിയാ. എന്ത്? അല്ല, ചേച്ചിക്ക് നന്ദേട്ടനെ പോലൊരു രാജകുമാരനെ കിട്ടി. എനിക്ക് ആരാണാവോ വിധിച്ചിരിക്കുന്നത്? എന്ത്? അതിനുള്ള സമയമാകുമ്പോഴേ ആലോചിക്കാം. ആ സമയമാകുമ്പോ ഞാനും പറയാം എന്റെ പ്രണയം. നീ എന്താ പറഞ്ഞത്? നിനക്ക്? അതെന്താ, ചേച്ചിക്ക് മാത്രമേ പ്രേമിക്കാൻ പാടുള്ളൂ? എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. ഈശ്വര, ആരാ? എവിടെ? എന്താ ചെയ്യുന്നത്? അതൊരു ഓട്ടക്കാരനാ, നമ്മുടെ മുരളിയേട്ടനെ പോലെ. നീ എന്തൊക്കെയാ പറയുന്നത്?
അതെന്താ ഓട്ടോക്കാരനെ പറ്റില്ലേ? ചന്ദ്രോദ പോലെ വലിയ വീട്ടിലെ ചെക്കൻ തന്നെ വേണോ? ആരെ പ്രേമിക്കണോന്ന് എന്റെ ഇഷ്ടമല്ലേ? എന്താണ് നീ പറയുന്നത്? വേദനിക്കുന്നു, വിട്. ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് ആരെ ഇഷ്ടമല്ല. എന്റെ അമ്മയും അച്ഛനും ചൂണ്ടിക്കാണിക്കുന്ന ആളെ ഞാൻ കല്യാണം കഴിച്ചോളാം. ആ, അങ്ങനെ വഴിക്ക് വാ. എനിക്കിഷ്ടമുള്ള ഒരാളെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാ മതി. അപ്പൊ പ്രശ്നം തീരുമല്ലോ. പെണ്ണിന്റെ ഒരു കാര്യം. ഇതിങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആ, സത്യത്തിൽ അമ്മ നിർത്തറ. ഇതുപോലൊരു സംഭവം പണ്ട് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. പണ്ട് പുലിമുരുകൻ സിനിമ നീ ഒറ്റയ്ക്ക് പോയി കണ്ടിട്ട് അതില് മുരുകന്റെയും ഡാഡി ഗിരിജയുടെയും അടിയൊക്കെ നീ എന്നോട് വന്ന് പറഞ്ഞപ്പോഴേ എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടോ? നീ എന്റെ മുഖം അടച്ചൊന്ന് തന്നു. ആ, എന്തിനായിരുന്നു അത്? നിന്നെ കൂട്ടാതെ പോയിട്ടല്ലേ? ആ, ഓർമ്മയുണ്ടല്ലോ അത്. ഇപ്പൊ ഒന്നുകൂടെ തരണേ ഞാൻ. എടാ, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? എടാ, ആ വീട്ടിൽ ഇത്രയും സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടും ഒരു വാക്ക് പോലും നീ എന്നെ അറിയിച്ചിട്ടില്ല. എടാ, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. എടാ, ഞാൻ പറയുന്ന ഒന്ന് വേണ്ടെന്നേ, എനിക്കൊന്നും കേൾക്കണ്ട. എങ്ങാണ്ടെന്നൊരു പെണ്ണിനെയും കൊണ്ടുവന്ന് ഞാൻ അവളെ കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ എടാ കട്ടയ്ക്ക് കൂടെ നിന്നവനായി മുരളി. എന്റെ ലൈഫ് പോലും ഞാൻ നോക്കിയില്ല. എനിക്ക് വേണ്ടി ഒരു പെണ്ണ് കാത്തിരിക്കുമ്പോഴാ നിനക്ക് വേണ്ടി ഞാൻ നിന്റെ പെണ്ണിനെ കൊണ്ട് എന്റെ വീട്ടിലേക്ക് കയറിയത്. എടാ, നീ ഇങ്ങനെ കണക്ക് പറയാതെ. ഞാൻ സമ്മതിച്ചു, എനിക്ക് വന്നൊരു വീഴ്ച. നിന്നെ അറിയിക്കണമായിരുന്നു. അല്ല, നിന്നെ ആയിരുന്നു ആദ്യം അറിയിക്കേണ്ടിരുന്നത്. പക്ഷെ ചില കാര്യങ്ങള് നമ്മുടെ കയ്യിൽ നിന്ന് പോവുമല്ലോ. അമ്മയുടെ പിണക്ക് മാറ്റണം, ദേവിയെ വീട്ടിൽ കയറ്റണം. ഒറ്റ രാത്രിയിലെ പ്ലാനിങ് ആയിരുന്നു ഇതെല്ലാം. സമയം കിട്ടിയില്ല ഒന്നിനും. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും കേൾക്കണ്ട. അപ്പൊ ശരി, ഇനിയൊന്നും പറയണ്ടല്ലോ. ഓക്കെ, ഞാനെന്നാ പോവാ. ഇനി ഞാൻ സംസാരിക്കുന്നില്ല. ഓ, നീ അങ്ങനെ അങ്ങ് പോവോ? വേണ്ട, നിനക്കൊന്നും അറിയണ്ടെന്നല്ലേ പറഞ്ഞേ. ഞാൻ പോയേക്കാം. എന്നാ ഒന്ന് പോയി നോക്ക്. സംഭവമൊക്കെ കളിക്ക്. എങ്ങനെ? അല്ല, എന്നെ അറിയിച്ചില്ല എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. മൊത്തത്തിലെ കാര്യങ്ങൾക്കൊരു തീരുമാനമായല്ലോ. എടാ, മസിൽ പിടുത്തം വിട്. എന്നിട്ടുള്ള കാര്യം മുഖത്ത് നോക്കി പറ. ഭാര്യയും ഭർത്താവുമായിട്ട് നിങ്ങൾ ജീവിതം തുടങ്ങിയല്ലോ. അവന്റെ വളിച്ച ചിരി. അതൊക്കെ പോട്ടെ. ആന്റി എന്ത് പറഞ്ഞു? അമ്മയുടെ പ്രതികരണം ഞാൻ പ്രതീക്ഷയൊക്കെ തന്നെ. പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി. പക്ഷേ അവസാനം അമ്മയൊന്ന് കരഞ്ഞു. ചേച്ചി പറഞ്ഞതാ. എന്തായാലും ആ കണ്ണീരിൽ കാര്യങ്ങൾ അവസാനിച്ചു. ഇല്ലടാ. എന്താ? എന്റെ ഒരു തോന്നല, ആന്റി ഇത്ര എളുപ്പത്തിൽ ഇതങ്ങ് വിട്ടുകളയില്ല. അടുത്ത കുറച്ച് ദിവസത്തേക്ക് നീ ആ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ദേവികയെ ഒറ്റയ്ക്കാക്കരുത്. നീ എന്തൊക്കെയാണ് പറയുന്നേ? എടാ, ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്നൊന്നും അല്ല. ഒരു മുൻകരുതൽ വേണം. ഇത്രയും കാലം ആന്റി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വൈരാഗ്യം ഈ കണ്ണീരിലൊന്നും അവസാനിച്ചൊന്നും വരില്ല. ആന്റിയുടെ അടുത്ത നീക്കങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഒരു ശ്രദ്ധ വേണം. പാവം പെണ്ണാ ദേവിക. ഒരു വലിയ വീട്ടില് MLA-യുടെ മരുമകളായിട്ടൊക്കെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഏതാന്ന് ഒരു പിടിയില്ലാതെ അവളെ നിലവിട്ട് നിൽക്കുകയായിരിക്കും. നീ കൂടെ വേണം. നിന്നെ ഞാൻ പഠിപ്പിക്കുന്നൊന്നുമല്ല, പ്രൊട്ടക്ഷൻ. അതാ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ആദ്യം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞത്. എന്തായാലും കുറച്ചു ദിവസം നീ ആ വീട്ടിൽ നിന്ന് പുറത്തു പോണ്ട. ദേവികയുടെ ഒപ്പം ഉണ്ടാവണം. നീ പറഞ്ഞൊക്കെ മനസ്സിലായി. പക്ഷെ അമ്മ ക്രമേണ എല്ലാം മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമെന്നാ എന്റെ തോന്നല്. എന്തായാലും
ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ സമയം കളയണ്ട, ചെല്. ആ പിന്നെ ഒരു കാര്യം, എന്താടാ? ഇന്നത്തെ രാത്രി അറിയാലോ, ആദ്യ രാത്രി. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. എടാ, 1000 രാത്രി വേറെ വന്നാലും ആദ്യ രാത്രി ഇനി കിട്ടില്ല. അതുകൊണ്ട് എൻജോയ്. 2 പേർക്കും വിവാഹ മംഗളാശംസകൾ. താങ്ക് യു. സത്യം പറഞ്ഞ കൊറേ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായല്ലോ. എല്ലാം ഒന്നും അവസാനിച്ചല്ലോ, സമാധാനായി. എന്തോന്ന് കാര്യങ്ങൾ തീർന്നു? പിന്നല്ലാതെ പറയേണ്ട കാര്യങ്ങളെ എല്ലാവരും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ആരവസാനിപ്പിച്ചെന്നാ? ഒന്നും തീർന്നിട്ടില്ല. ഇനിയാണ് ഇവിടെ ഇടിയും മിന്നലും ഉണ്ടാകാൻ പോകുന്നത്. ഡേയ്, നിന്റെ ഈ ദുഷിച്ച നാവ് വെച്ചൊന്നും പറയാതെ ഒന്നും മിണ്ടാതിരിക്കും. എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു. ഞാനായിട്ട് പറയുന്നതാണോ? ഇങ്ങോട്ട് നോക്കിയേ. ആ, പ്രഭമാണ് എല്ലാം കേട്ടും 10 മടക്കി മാളത്തിൽ ഒളിച്ചിരിക്കാന്ന് പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കത്തില്ല മോളെ. ദേവിക ഇവിടുന്ന് പുകച്ച് പുറത്തു ചാടിക്കുമെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല, ഒന്നാലോചിച്ചാൽ മാഡം പറഞ്ഞു ശരിയല്ലേ? എങ്ങാണ്ടൊന്ന് കേറി വന്നൊരു പെണ്ണിനെ ചന്ദ്രത്ത് വഴിക്കുവോ? നീ ഒന്ന് നിർത്തടി. നിനക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഇവിടുത്തെ സിദ്ധാർത്ഥൻ സാർ എന്നെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അയ്യോ, ചേട്ടത്തരം പറയുന്നോടി. ഇത്രേ ഉള്ളൂ. ഇവിടെ പൊട്ടിയതേ വെറും പൊട്ടാസ. മാലപ്പടക്കവും കതിനെയൊക്കെ പൊട്ടാനിരിക്കുന്നേ ഉള്ളൂ. ഭാർഗവേ, എന്താ ഇങ്ങോട്ടൊന്ന് വന്നേ. കേട്ടോ, വെടിക്കിട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. തോറ്റു. അയ്യോ ഭഗവാനെ, ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമോ?